നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം ആഗോള തന്ത്രപ്രധാന മേഖലയെ സങ്കീർണമാക്കിയ സാഹചര്യത്തിൽ പ്രതിരോധ ബജറ്റിൽ വൻ വർധനവ് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ്. വരും ദശകത്തിൽ പ്രതിരോധ മേഖലയ്ക്കായി അധികമായി 5300 കോടി ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കുമെന്ന് അദ്ദേഹം പുതിയ നയരേഖ പുറത്തിറക്കിക്കൊണ്ട് വ്യക്തമാക്കി. ഇതോടെ നിലവിൽ GDP-യുടെ 2.8% ആയിട്ടുള്ള പ്രതിരോധ വിഹിതം 2033 3% ഉയരും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രേലിയ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണിതെന്ന് മാർലസ് ചൂണ്ടിക്കാട്ടി. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്ന വേളയിൽ രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചരിത്രപരമായ നീക്കം. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള എണ്ണ പ്രതിസന്ധി കണക്കിലെടുത്ത രാജ്യത്തെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ 10 കോടി ലിറ്റർ ഡീസൽ വാങ്ങുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചു. മലേഷ്യൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമപ്രകാരം വിദേശത്ത് നിന്ന് ഇന്ധന വിഹിതം എത്തിക്കുന്നതിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കും. ഇതിന്റെ ഭാഗമായി ബ്രൂണൈ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 2 കപ്പൽ ലോഡ് ഡീസലാണ് ആദ്യഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ എത്തിക്കുക. മധ്യേഷ്യയിലെ സംഘർഷാവസ്ഥ മുൻനിർത്തിയാണ് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ഈ അടിയന്തര നീക്കമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ അപ്പായാലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. വിസ വിപണിയിലെ തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി ഓഫീസ് ഓഫ് ദി മൈഗ്രേഷൻ ഏജന്റ് രജിസ്ട്രേഷൻ അതോറിറ്റി കർശന നടപടികൾ സ്വീകരിച്ചു. ഈ സാമ്പത്തിക വർഷം മാത്രം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 14 രജിസ്ട്രേഡ് മൈഗ്രേഷൻ ഏജന്റുമാരുടെ ലൈസൻസ് അതോറിറ്റി റദ്ദാക്കുകയോ മറ്റ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു. വ്യാജരേഖകൾ സമർപ്പിക്കുക, അപേക്ഷകരിൽ നിന്ന് പണം വാങ്ങി വഞ്ചിക്കുക, തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വിസ നടപടികൾ വൈകിപ്പിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾക്കാണ് ഏജന്റുമാർക്കെതിരെ നടപടിയെടുത്തത്. ഇതിൽ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ചില പ്രമുഖ ഏജൻസികളും ഉൾപ്പെടുന്നുണ്ട്. ന്യൂ സൌത്ത് വെയിൽസിലെ നഴ്സുമാർക്ക് മിഡ്വൈഫുമാർക്കും വൻ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മീഷന്റെ ചരിത്രപരമായ ഉത്തരവ്. സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള ഈ മേഖലയിൽ ലിംഗവിവേചനം മൂലം കാലങ്ങളായി നിലനിന്നിരുന്ന കുറഞ്ഞ വേതന വ്യവസ്ഥ പരിഗണിച്ചാണ് നിർണായകമായ തീരുമാനം. പുതിയ കരാർ പ്രകാരം 3 വർഷത്തിനുള്ളിൽ രജിസ്ട്രേഡ് നഴ്സുമാർക്കും മിഡ്വൈഫർമാർക്കും 16%, എൻറോൾഡ് നഴ്സുമാർക്ക് 18% ശമ്പള വർധനവ് ലഭിക്കും. അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ് വിഭാഗത്തിലുള്ളവർക്ക് 28% വരെയാണ് വർധനവ് അനുവദിച്ചിരിക്കുന്നത്. ശുശ്രൂഷ രംഗത്തെ സ്ത്രീകളുടെ സഹജമായ കഴിവിനെ തൊഴിൽപരമായ മൂല്യമായി അംഗീകരിക്കുന്നതിൽ മുൻകാലങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് ഈ മേഖലയിൽ വേതനം കുറയാൻ കാരണമായെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ഫസ്റ്റ് ടൈം ആണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ പ്യുവർ ആയുർവേദിക് ഓയിൽ കോൾഡ് രുദ്രകാന്തി ഓയിൽ. ദിവസവും രാവിലെ ഓയിൽ തേക്കുന്നുണ്ട്. ഗ്ലോ കിട്ടും, നമുക്കൊരു റിജുവിനേറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. 4 ദിവസം കൊണ്ട് അത് മാറി. അതില്ല ഇപ്പൊ എനിക്ക്. ആന്റി ഇതെന്താ ഉപയോഗിച്ചത്? ആന്റിയുടെ ഫേസിന് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അത്ര ഒരു ഗംഭീരമായിട്ടോ ഇതൊരു പാവൻ ഡോക്ടർ ഉണ്ടാക്കുന്നത്, ഡോക്ടർ ലക്ഷ്മി. രാജ്യത്തെ വാടകക്കാർ അവരുടെ മൊത്തം വരുമാനത്തിന്റെ റെക്കോർഡ് ശതമാനം ഭവന ചെലവുകൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതായി പുതിയ പഠന റിപ്പോർട്ട്. പ്രോപ്പർട്ടി റിസർച്ച് കമ്പനിയായ കോട്ടാലിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം പകുതിയോടെ രേഖപ്പെടുത്തിയ 0.9% എന്ന താഴ്ന്ന നിരക്കിൽ നിന്നും വാടക നിരക്കുകൾ അതിവേഗം ഉയരുകയാണ്. മാർച്ച് വരെയുള്ള 3 മാസത്തിനിടെ വാടകയിൽ 2.1% വർധനവുണ്ടായി. തൊട്ടു മുമ്പത്തെ പാദത്തിൽ ഇത് 1.2%. വാടകയ്ക്ക് നൽകാനുള്ള വീടുകളുടെ കടുത്ത ദൌർബല്യമാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. നിലവിൽ ശരാശരി വരുമാനത്തിന്റെ 33% വാടകയ്ക്കായി മാത്രം മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് കുടുംബങ്ങൾ. രാജ്യത്ത് തൊഴിൽ വിപണിയിൽ ഒരേ സമയം റെക്കോർഡ് നേട്ടവും കടുത്ത വെല്ലുവിളികളും പ്രകടമാകുന്നതായി പുതിയ കണക്കുകൾ. മാർച്ച് മാസത്തിൽ രാജ്യം ഫുൾ ടൈം ജോലികളുടെ എണ്ണത്തിൽ ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിട്ടപ്പോൾ 3.38 ദശലക്ഷം ആളുകൾ ഇപ്പോഴും തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ മതിയായ ജോലിയുടെ കുറവോ നേരിടുകയാണെന്ന് റോയൽ മൗണ്ടൻ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്തെ തൊഴിൽ സുരക്ഷിതത്വത്തിൽ നിർണായകമായ പുരോഗതിയും ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. മാർച്ചിൽ മാത്രം 70,000 പുതിയ ഫുൾ ടൈം തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടതോടെ ഇവയുടെ എണ്ണം 9.37 ദശലക്ഷം എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. കൂടാതെ യഥാർത്ഥ തൊഴിലില്ലായ്മ നിരക്കിൽ 28,000 പേരുടെ കുറവുണ്ടായതോടെ 10.6% താഴ്ന്നു. Thinking of buying property? Watch this.
on May 2nd at Bunjil Place, Nar Warren, Victoria. Builders, real estate agents, banks, finance specialists and legal experts, all available to guide you in person. Free advice, bank guidance, gift vouchers. This event could save you thousands. Entry free. Register now. Link below. വിക്ടോറിയയിലെ ജീലോങ് സമീപമുള്ള വിവ എനർജി ഓയിൽ റിഫൈനറിയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. ബുധനാഴ്ച രാത്രി 11 മണിയോടെ ഉപകരണങ്ങൾക്കുണ്ടായ തകരാറിനെ തുടർന്ന് ആരംഭിച്ച അഗ്നിബാധ 13 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂർണ്ണമായും അടച്ചത്. റിഫൈനറിയിലെ മെഗാസ് യൂണിറ്റിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പ്ലാന്റ് എക്സിക്യൂട്ടീവ് മാനേജർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി റിഫൈനറിയുടെ പ്രവർത്തനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപാദന വേഗതയിൽ നേരിയ കുറവുണ്ടായെങ്കിലും പെട്രോൾ, ഡീസൽ, ജെറ്റ് ഇന്ധനം എന്നിവയുടെ നിർമ്മാണം തടസ്സമില്ലാതെ തുടർന്നു പോകുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇസ്രായേലും ലബനനും തമ്മിൽ ചർച്ച നടത്തുമെന്ന് അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷമാണ് ലബനനും ഇസ്രായേലിനും ഇടയിൽ നേരിട്ട് ഒരു ചർച്ച നടക്കുന്നതെന്നും അത് നാളെ നടക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലബനൻ പ്രസിഡന്റ് ജോസഫ് ഗെലേഡ് ആവും ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലായിരിക്കും ചർച്ച. Exquisite jewelry, exclusive offers. When celebrations glow and traditions shine. Malabar Gold and Diamonds दे रहे हैं आपकी खरीदारी पर एक खास ऑफर. Now is the time to shop. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിരാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. PTA യോഗം വിളിക്കുവാനും യോഗത്തിൽ ധാരണയായി. തിങ്കളാഴ്ച മുതൽ ക്ലാസ് പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയതായും രക്ഷിതാക്കൾ പറഞ്ഞു. കേസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം ഉറപ്പാക്കണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യം മാനേജ്മെന്റ് അംഗീകരിച്ചു. CPI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം PS സുലോചനെതിരെ പാർട്ടി അച്ചടക്ക നടപടി. നിയമമണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിച്ചാണ് നടപടി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ കൌൺസിലറാണ് സുലോചനന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തായി. പഞ്ചാബ് കിങ്സിനെതിരെ സെഞ്ചുറി പ്രകടനവുമായി ഡിക്കോ. സീസണിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിലും അവസരം കിട്ടാതെ നിന്ന ഡിക്കോ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റതോടെയാണ് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയത്. 53 പന്തിൽ 7 വീതം സിക്സറും ഫോറുകളും അടക്കമായിരുന്നു ഡിക്കോ ശതകം തൊട്ടത്. ആകെ 61 പന്തിൽ 112 റൺസാണ് ഡിക്കോ നേടിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.